ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നവംബർ 25 ഇന്നത്തെ വണക്കമാസത്തിൻ്റെ ധ്യാനം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ശുദ്ധീകരാത്മാക്കൾക്ക് ഉപകാരം ചെയ്യാനുള്ള 4-ാമത്തെ വഴി തിരുസഭയുടെ ഫലങ്ങളെ കൈക്കൊള്ളുന്നതാണ്. എന്താണ് ഈ തിരുസഭയുടെ ഫലം? നമ്മൾ ഈ ലോകത്ത് നമുക്ക് കുറച്ച് കടമുണ്ടായി എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ വേറൊരാൾ നമ്മുടെ അവസ്ഥ കണ്ടിട്ട് ആ പണം നമുക്ക് വേണ്ടി കൊടുത്ത് നമ്മളെ കടത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. അങ്ങനെ ഒരാൾ കടം വീട്ടാന്ന് പറയുമ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് ബുദ്ധിയില്ല എന്ന് മനുഷ്യർക്ക് മനസ്സിലാവും. അങ്ങനെ തന്നെയാണ് നമ്മൾ മനുഷ്യരൊക്കെ പാപം മൂലം ദൈവത്തിൻ്റെ നീതിക്ക് കടക്കാരാണ്. ഈ കടം വീട്ടുന്നതിന് സ്വന്തം പുണ്യങ്ങൾ എപ്പോഴും മതിയാവില്ല. അതുകൊണ്ട് നമുക്കും ശുദ്ധീകരാത്മാക്കൾക്കൊക്കെ നമ്മുടെ പാപത്തിൻ്റെ കടം വീട്ടാൻ തിരുസഭയുടെ ഭണ്ഡാകാരത്തിൽ നിന്നും എടുത്ത് നമുക്ക് വീട്ടാം. എന്താണ് തിരുസഭയുടെ ഈ ഭണ്ഡാകാരം? തിരുസഭയുടെ ഭണ്ഡാകാരം എന്ന് പറയുന്നത് മിശിഹായുടെ അളവില്ലാത്ത പുണ്യങ്ങൾ, ദൈവമാതാവിൻ്റെ അനവധിയായ പുണ്യങ്ങൾ, ശ്ലീഹന്മാർ, അതുപോലെയുള്ള വിശുദ്ധന്മാർ സ്വന്തം പാപത്തിൻ്റെ പരിഹാരം അതിനാവശ്യമുള്ളത് കഴിഞ്ഞ് പിന്നെ ചെയ്തിട്ടുള്ള പുണ്യങ്ങൾ, ഈ പുണ്യഫലങ്ങളെല്ലാം കൂടിയതിനെയാണ് നമ്മൾ തിരുസഭയുടെ ഭണ്ഡാകാരം എന്ന് പറയുന്നത്. അതായത് ദണ്ഡവിമോചനം എന്ന നാമത്തിൽ നമ്മൾ പറയുന്നത് ഇതാണ്. ഈ ദണ്ഡവിമോചനം പ്രാപിച്ചെടുത്ത് നമ്മൾ നമുക്കോ ശുദ്ധീകരാത്മാക്കൾക്കോ വേണ്ടി ഉപയോഗിക്കണം. അതാണ് ഈ തിരുസഭയുടെ ഭണ്ഡാകാരത്തിൽ നിന്ന് ഫലമെടുക്കണം എന്ന് പറയുന്നത്. കാലാകാലങ്ങളിൽ സഭ നമുക്ക് ദണ്ഡവിമോചനങ്ങൾ ഓരോരോ പ്രവൃത്തികൾക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഈ പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറയുന്നത് ഒരു പാപത്തിൻ്റെ എല്ലാ ശിക്ഷയും, നിത്യശിക്ഷയെ മുഴുവനായിട്ട് ഇല്ലായ്മ ചെയ്യും. ചില കാര്യങ്ങളൊക്കെ തമ്പുരാൻ നമുക്ക് വിശുദ്ധരിലൂടെ വാഗ്ദാനം തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് പരിശുദ്ധ കുർബാന തന്നെ യോഗ്യതയോടെ ഉൾക്കൊണ്ടാൽ നേരിട്ട് സ്വർഗ്ഗത്തിൽ പോവാം, പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. പക്ഷേ നമുക്ക് യോഗ്യതയോടെ ഇതൊന്നും ചെയ്യാൻ മനുഷ്യരായിരിക്കുമ്പോൾ സാധിക്കില്ല. കാരണം നമ്മളെപ്പോഴും പാപം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് പ്രാപിക്കാൻ എളുപ്പമല്ല. പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഒരു പാപം കൂടാതെ ജീവിക്കണം. അതുപോലെ പൂർണ്ണ ദണ്ഡവിമോചനങ്ങൾ സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുരിശ് വരയ്ക്കുമ്പോൾ ദണ്ഡവിമോചനം, ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദണ്ഡവിമോചനം, ദേവാലയങ്ങളിൽ കയറി ഇന്നത് പ്രാർത്ഥിക്കുമ്പോൾ ദണ്ഡവിമോചനം, ജപമാല ഇങ്ങനെ ചെല്ലുമ്പോൾ ദണ്ഡവിമോചനം, വെന്തിങ്ങ ധരിച്ചാലുള്ള ദണ്ഡവിമോചനങ്ങൾ, ഇങ്ങനെ പല പല കാര്യങ്ങൾക്കും ദണ്ഡവിമോചനങ്ങളൊക്കെ സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ദണ്ഡവിമോചനം പ്രാപിക്കണം എന്നുള്ള നിയോഗം ഇല്ലെങ്കിൽ അത് ലഭിക്കില്ല. അത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. ഇതിൽ നിന്ന് കിട്ടുന്ന ദണ്ഡവിമോചനം എനിക്ക് തരണമേ. അതുകൊണ്ട് ഒരു ദിവസം തുടങ്ങിയാൽ നമുക്കിന്ന് എന്തൊക്കെ ദണ്ഡവിമോചനങ്ങളുണ്ട് അതെല്ലാം എനിക്ക് വേണം. അത് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടോ അല്ലെങ്കിൽ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയോ ഞാൻ കാഴ്ചവെക്കുകയും ചെയ്യുന്നു എന്നിങ്ങനെ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന, ഈ ദണ്ഡവിമോചനം കാഴ്ചവെക്കണം. അത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ കാഴ്ചവെച്ചാൽ പിന്നെ അന്നത്തെ ദിവസം നമ്മുടെ എല്ലാ ദണ്ഡവിമോചനങ്ങളും അമ്മ നമ്മുടെ കാര്യത്തിനോ അല്ലെങ്കിൽ ശുദ്ധീകരാത്മാക്കൾക്കോ വേണ്ടി അമ്മ കൂട്ടി വയ്ക്കും.
അങ്ങനെ ആവശ്യക്കാർക്ക് അമ്മ അത് വിതരണം ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ദണ്ഡവിമോചനങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത്. അല്ലാതെ നമ്മൾ കുറേ പ്രാർത്ഥിച്ചു കൂട്ടി ഒന്നും പറഞ്ഞുമില്ല, ഒന്നും നിയോഗവുമില്ല, വെറുതെ ഇങ്ങനെ എണ്ണം തിട്ടപ്പെടുത്തി പ്രാർത്ഥിച്ച് ഇങ്ങനെ കൂട്ടുന്നു. അതുപോലെ ജപമാല ചെല്ലുമ്പോഴൊക്കെ എണ്ണ ഉണ്ടാക്കിയെടുക്കലാണ് പ്രധാനം എങ്കിൽ ഒരു ഫലവും കിട്ടില്ല. ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുന്നത് ധ്യാനിച്ച് ചെല്ലണം. ഗബ്രിയേൽ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി എന്ന് പറഞ്ഞത് നമ്മൾ ധ്യാനിച്ച് ചൊല്ലണം. അതുപോലെ തന്നെയാണ് നമ്മുടെ പരിശുദ്ധ കുർബാനകളും. നമ്മൾ കുറേ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, പക്ഷേ കുർബാന കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ആ പരിശുദ്ധ കുർബാനയുടെ ഫലം അപ്പം തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈ കുർബാനകളൊക്കെ കണ്ട് സമർപ്പിച്ചിട്ടും നമുക്ക് ഇത്രമാത്രം ശുദ്ധീകരണത്തിൽ കിടക്കേണ്ടി വരുന്നത്. പ്രിയ കൂട്ടുകാരെ, നമുക്കിന്ന് ഈശോയോട് എളിമയോട് പ്രാർത്ഥിക്കാം. ചെയ്യുന്ന നന്മ പ്രവൃത്തികൾക്കൊക്കെ ഫലം കിട്ടുന്ന രീതിയിൽ ആക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്. നമ്മുടെ നാവിനെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സിനെ ഒക്കെ നല്ലതായിട്ട് കൊണ്ടുപോകാനുള്ള കൃപ തരണേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമ്മൾ മനുഷ്യരല്ലേ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ കാണുമ്പോഴും നമ്മെ വേദനിപ്പിക്കുമ്പോഴും അങ്ങനെ നമ്മൾ പാപത്തിന് അടിമപ്പെട്ടു പോകും, ദേഷ്യത്തിന്. അപ്പോഴൊക്കെ നമുക്ക് ക്ഷമിക്കാനുള്ള കൃപ കിട്ടാൻ പ്രാർത്ഥിക്കാം. എന്നാലേ ദണ്ഡവിമോചനങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ ജപം: മാധുര്യമുള്ള ഈശോ കർത്താവെ, ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടപ്പെടുന്ന ആത്മാക്കളെ കൂടെ വീണ്ടും രക്ഷിക്കുന്നതിനാണല്ലോ അങ്ങ് മനുഷ്യനായി പിറന്ന് അവാച്യമായ പീഡകളൊക്കെ അനുഭവിച്ച് കഠോര മരണം പ്രാപിച്ചത്. അതിനാൽ ഈ ആത്മാക്കളുടെ പ്രലാപ ശബ്ദങ്ങളെ കേട്ടറിയണമേ. അവർ ചിന്തുന്ന കണ്ണുനീരുകളെ തൃക്കൺ പാർക്കുകയും അങ്ങേ തിരുമരണത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് അവർ തീർക്കേണ്ട പരിഹാരക്കടത്തിൽ നിന്ന് അവർക്ക് മോചനം നൽകുകയും ചെയ്യണമേ. കരുണ നിറഞ്ഞ ഈശോയെ, അങ്ങേ തിരുരക്തത്തെ ആത്മാക്കളുടെ മേൽ വീഴ്ത്തി അവരുടെ ഘോരമായ വേദനകളെ കുറയ്ക്കണമേ. ആമേൻ. മറ്റു വിശ്വാസികളുടെ പ്രാർത്ഥനയും സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനകളും ചൊല്ലണം. ഇന്നത്തെ സുകൃത ജപം: മറിയത്തിൻ്റെ മധുരമായ തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ. ഇന്നത്തെ സൽക്രിയ: ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെക്കുറിച്ച് ഒരു യാചകന് വസ്ത്രം കൊടുക്കണം. പ്രിയ സഹോദരങ്ങളെ, പലവിധ പാപങ്ങൾ ചെയ്ത് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന അനേകം മക്കളുണ്ട്. അനേകം എന്ന് പറഞ്ഞാൽ എല്ലാവരും ശുദ്ധീകരണ സ്ഥലം കഴിഞ്ഞേ പോകുള്ളൂ എന്ന് നമ്മൾ കണ്ടു. എന്നാൽ വലിയ വലിയ പാപങ്ങൾ ചെയ്യുന്നവർക്ക് വലിയ വലിയ ശിക്ഷണം അവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മരിയസിമ്മ ഒരിക്കൽ പറയാണ്, ഈ മന്ത്രവാദം ചെയ്ത്, അതായത് കൂടോത്രം ചെയ്ത് ഈ ലോകത്ത് നടന്ന് മറ്റുള്ളവരെ തകർക്കുന്ന വ്യക്തികൾക്ക് ശുദ്ധീകരണ സ്ഥലത്ത് കിട്ടുന്ന ശിക്ഷ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അവർക്കൊക്കെ എത്രമാത്രം തിരുസഭയുടെ ഭണ്ഡാകാരത്തിൻ്റെ ഫലം നമ്മൾ വേണ്ടി കൊടുത്താലും എളുപ്പത്തിൽ അവർ മോക്ഷത്തിലേക്ക് കയറി പറ്റില്ല. കാരണം അത് കരുതി കൂട്ടി ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ഗൂഢോത്രം ചെയ്യുക. നമ്മുടെ ഇന്നത്തെ നാട്ടിൽ അനേകം മക്കളുണ്ട്, അനേകം മക്കൾ, സത്യക്രിസ്ത്യാനികളായ അനേകം മക്കൾ മറ്റുള്ളവർക്ക് വേണ്ടി ഗൂഢോത്രം ചെയ്യുന്നവരുണ്ട്. അവർ അങ്ങനെയാണ് ഓരോരുത്തരുടെ പേര്, ഫോട്ടോ അങ്ങനെയൊക്കെ കൊണ്ടുകൊടുത്ത് ആ ആൾക്കെതിരെ ആഭിജാത്യങ്ങൾ ചെയ്യും. അപ്പോൾ അത് മന്ത്രവാദത്തിന് കഴിവുണ്ട്, തിന്മയ്ക്ക് കഴിവുണ്ട്, കൂടോത്രത്തിന് കഴിവുണ്ട്. കാരണം അത് പിശാചിൽ നിന്നാണല്ലോ. പിശാചിനും കഴിവുകളുണ്ട്, പക്ഷേ അത് എല്ലാം തിന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. മാലാഖമാർക്ക് കഴിവുണ്ട്, അത് നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ ഈ കൂടോത്രങ്ങളൊക്കെ ഫലിക്കണമെങ്കിൽ ദൈവം അനുവദിച്ചാലേ ആ സഹനം നമുക്ക് ഏശുകയുള്ളൂ. നമ്മൾ വിനയത്തോടെ കൃപയിൽ ജീവിച്ച് നല്ല പ്രാർത്ഥനയും നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ സാത്താന് നമ്മളെ ഉപദ്രവിക്കാൻ കഴിയില്ല. തമ്പുരാൻ്റെ മാലാഖമാർ നമുക്ക് ചുറ്റും ഒരു കോട്ട കെട്ടി നമ്മെ സംരക്ഷിക്കും.
നമ്മുടെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും പറയും കൂടോത്രം ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് എതിരുള്ള ആരെങ്കിലും, എതിരെ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ദ്രോഹം ചെയ്തിട്ടല്ല, അവർക്ക് ഇങ്ങോട്ട് അസൂയ തോന്നുകയോ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയത് പോരാ എന്ന് തോന്നുകയോ അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ അവരുടെ മനസ്സിൽ കയറുമ്പോൾ കൂടോത്രം ചെയ്യുന്നവരുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ വന്നതിൽ പിന്നെ എനിക്ക് നേരിട്ട് അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. അതുമാത്രമല്ല, ചിലപ്പോഴൊക്കെ മാലാഖ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന വ്യക്തി നിനക്കെതിരെ ഇന്ന സ്ഥലത്ത് പോകുന്നു എന്ന്, വളരെ കൃത്യമായിട്ട്. അത് അടയാളമായിട്ട് ആ വ്യക്തിയെ ആ സ്ഥലത്ത് കണ്ടത് മനുഷ്യർ പറയുകയും ചെയ്യും, നമുക്കത് സ്ഥിരീകരണത്തിനായിട്ട്. അതായത് ശരിക്കും കൂടോത്രം ചെയ്യാൻ ആ ആൾ നശിച്ചു പോകണം, അല്ലെങ്കിൽ രോഗം വന്ന് തകർന്നു കിടക്കണം, അവരുടെ കുടുംബം തകരണം എന്ന നിയോഗത്തോടു കൂടെ കൂടോത്രം ചെയ്യുന്ന അനേകം മക്കളുണ്ട്. ഈ കൂടോത്രത്തിന് പകരം നമ്മൾ എന്തു ചെയ്യും? കൂടോത്രത്തിന് പകരം കൂടോത്രം തന്നെയാണ് അന്യമതങ്ങളിൽ അവർ നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ സത്യക്രിസ്ത്യാനികളായ നമ്മൾ കൂടോത്രത്തിന് പകരം കൂടോത്രം അല്ല ചെയ്യുക, കൂടോത്രം ചെയ്തവന് വേണ്ടി പ്രാർത്ഥിക്കുക, ഈശോയുടെ തിരുരക്തം കൊണ്ട് നമുക്ക് കോട്ട കെട്ടുക, വചനം വെച്ച് പ്രാർത്ഥിക്കുക, സ്വർഗീയ മാലാഖമാരെ നമ്മുടെ വീടിന് ചുറ്റും, നമ്മുടെ ജീവിതത്തിന് ചുറ്റും നിർത്തുക. കൂടോത്രം യാക്കോബിൻ്റെ പുത്രന്മാർക്ക് ആഭിജാത്യം ഏൽക്കില്ല, ആഴമുള്ള വിശ്വാസം ഉണ്ടായാൽ മതി. രോഗമൊക്കെ വരുത്താൻ പറ്റും, തകർച്ചകളൊക്കെ വരുത്താൻ പറ്റും, ബിസിനസ്സൊക്കെ നഷ്ടപ്പെടുത്താൻ പറ്റും. പക്ഷേ അത് നമ്മുടെ ദൈവം അനുവദിച്ചിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈശോ അനുവദിച്ചില്ലെങ്കിൽ, ദൈവം അനുവദിച്ചില്ലെങ്കിൽ ജോബിന് ഒരു കാരണവശാലും പിശാചിനെ തൊടാൻ പറ്റില്ലായിരുന്നു. നീ പരീക്ഷിച്ചോ എന്ന്. ഈ സഹനങ്ങളൊക്കെ കിട്ടുന്നത് ആർക്കാണെന്നറിയോ? കൂടുതൽ കർത്താവിന് വിശ്വാസമുള്ള വ്യക്തികളെയാണ് സഹിക്കാനായിട്ട് വിട്ടുകൊടുക്കുക. അവരെത്ര സഹിച്ചാലും എൻ്റെ മകൻ വിട്ടു പോവില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് പിശാചിനെ പരീക്ഷിക്കാൻ സഹനപുത്രന്മാരെയും കർത്താവ് വിട്ടുകൊടുക്കുന്നത്. ആഴമുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ വിശ്വാസത്തിൽ നിൽക്കാം. മരണം ദൈവത്തിന് തന്നെയാണ്. ദൈവം അനുവദിച്ചിട്ടായിരിക്കും കൂടോത്രക്കാരൻ വഴി നമ്മൾ മരിക്കുന്നത്. അത് നമ്മുടെ സമയമായതുകൊണ്ടാണ്. എല്ലാത്തിൻ്റെയും ഉടയവൻ ദൈവമാണ്. ആ വിശ്വാസത്തിൽ നിന്നാൽ കൂടോത്രത്തിന് നമുക്ക് എതിർത്ത് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. ചിലപ്പോൾ വീട്ടിൽ അകാല മരണമൊക്കെ സംഭവിക്കുക, അതോടുകൂടി കഴിഞ്ഞു, തളർന്നു കിടക്ക് മനുഷ്യർ. അത് കൂടോത്രമാണെന്ന് പറയും. ഞാൻ എൻ്റെ അടുത്ത് വരുന്നവരോട് ഞാൻ പറയും, കൂടോത്രമാണെങ്കിൽ കൂടോത്രം. അങ്ങനെ സഹനം കിട്ടിയാൽ ആ സഹനം നമ്മൾ കാഴ്ചവെക്കുമ്പോൾ ശുദ്ധീകരാത്മാക്കൾ രക്ഷപ്പെടും, പാപികളുടെ മാനസാന്തരം നടക്കും. അപ്പോൾ അതിൽ കൂടെ നന്മയുണ്ടായല്ലോ, അതുകൊണ്ട് നമുക്ക് സഹിക്കാം എന്ന് പറയും. വിശ്വാസം വർദ്ധിപ്പിക്കാൻ, ആഴമായ വിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമല്ല, നമുക്ക് കൂടോത്രം ചെയ്തു എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നമ്മോടൊരാൾക്ക് വെറുപ്പുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, നമ്മുടെ കാരണങ്ങൾ കൊണ്ടല്ല, അവിടുന്ന് തന്നെ ഉള്ള കാരണങ്ങളെ കൊണ്ട്, ചിലപ്പോൾ അസൂയ കൊണ്ടാകാം, ചിലപ്പോൾ പറഞ്ഞ വാക്കുകൾ തെറ്റിദ്ധാരണ മൂലം അവർ അകന്നു നിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന തരം താഴ്ത്തുന്ന സംസാരങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കും മറ്റേ വ്യക്തി ഇപ്പോൾ അകന്നു നിൽക്കുന്നത്. എന്തൊക്കെയായാലും നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഈശോയെ ഗുരുവായും ദൈവവുമായും അംഗീകരിച്ചിട്ടുള്ളവർ, ഈശോയെ സ്നേഹിക്കുന്നവർ, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നവർ, കൂടോത്രം നമുക്കെതിരെ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ഈശോയുടെ തിരുരക്തം അവരെ രക്ഷിക്കട്ടെ, അവരും രക്ഷപ്പെടട്ടെ, നമ്മളും രക്ഷപ്പെടട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു ചെറിയ അനുഭവം പറയുകയാണ്. ഈ ദിവസങ്ങളിൽ എന്നെ ഒരു സഹോദരി മെസ്സേജ് എനിക്ക് അയച്ചിരിക്കുന്നതാണ്. അവരുടെ മകള് ബ്ലഡ് ക്യാൻസർ വന്ന് മരിച്ചു പോയപ്പോൾ ഉണ്ടായൊരനുഭവം. നല്ല പ്രാർത്ഥനയുള്ള കുട്ടിയായിരുന്നു. ഈശോയെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായിട്ട് സ്വീകരിച്ച കുട്ടിയായിരുന്നു. ഒരു പാപം പോലും ചെയ്യാൻ ആഗ്രഹിക്കാത്ത കുട്ടിയായിരുന്നു. ആ കുട്ടിയാണ് ബ്ലഡ് ക്യാൻസർ വന്ന് മരിക്കുന്നത്. മരിക്കുന്നതിനേക്കാൾ മുൻപ് അവൾ പോവുകയാണ് എന്നുള്ളതിൻ്റെ
തെളിവുകൾ നൽകുന്ന വചനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടാണ് പോയത്. ആ കുട്ടി മരിച്ചതിന് ശേഷം 25 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി മരിച്ചതിന് ശേഷം അവരുടെ അമ്മയ്ക്ക് ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ, അത് ഞാൻ ഓഡിയോ ഇട്ടത് കൊണ്ടായിരിക്കും. മരിച്ചുപോയവർ നമ്മെ സഹായിക്കും എന്ന് ഞാൻ ഒരു ഓഡിയോ ഇട്ടിരുന്നല്ലോ. അതിനുശേഷം അനേകം മക്കൾ മെസ്സേജ് അയക്കുന്നുണ്ട്, അവർക്ക് ഇന്ന അനുഭവം ഉണ്ടായി, ഇങ്ങനെ സഹായിച്ചു എന്നൊക്കെ. വളരെ ശരിയാണ് അതൊക്കെ. അതൊന്നും നമുക്ക് തട്ടിക്കളയാൻ പറ്റില്ല. അത് നമ്മുടെ പേഴ്സണൽ അനുഭവങ്ങളിൽ വരുന്ന കാര്യങ്ങൾ വളരെ സത്യമാണ്. ഈ പെൺകുട്ടി അമ്മയുടെ അടുത്ത് വരികയും സ്വപ്നത്തിൽ അല്ലെങ്കിൽ പ്രേരണ നൽകി അങ്ങനെ അമ്മേനെ സഹായിക്കുകയും ചെയ്യാണ്. ഇതുപോലെ പണ്ടൊരു 19കാരൻ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നു എന്നുള്ളതൊരു അത്ഭുതകരമായ പ്രതിഭാസമാണ് ആ ഇടവകയിൽ അവിടുത്തെ ആളുകൾക്ക്. കാരണം അവൻ നേരിട്ട് മുന്നേ തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇന്ന വ്യക്തിയുടെ വീട്ടിലൊന്ന് പോവോ, അപ്പോൾ അമ്മ പോവും. ആ ആൾ മരിക്കാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മേനെ വീട്ടിലത്തെ കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് മുൻപ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ഭർത്താവ് പെട്ടെന്ന് മരിച്ചപ്പോൾ ഇടവകയിലൊക്കെ നന്നായിട്ട് ജ്വലിച്ചു നിൽക്കുന്ന ഒരാൾ കുരിശിൻ്റെ വഴിയിൽ ടേബ്ലോയിൽ നിന്ന് അന്നത്തെ കുരിശിൻ്റെ വഴി കഴിഞ്ഞപ്പോഴാണ് പോകുന്നത്. യോഹന്നാൻ സഹായിക്കുന്ന ഒരു രംഗമായിരുന്നു അന്ന് അവന് കിട്ടിയത്. അങ്ങനെ ആ മകൻ മരിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ആ ഭാര്യയ്ക്ക് ഓരോ ആവശ്യത്തിൻ്റെ സമയത്തും അദ്ദേഹം ഓരോ ആളുകളെ നിയോഗപ്പെടുത്തി. അതുപോലെ അറിയാത്ത കമ്പ്യൂട്ടറൊക്കെ ഇവൾക്ക് അറിയുക. എല്ലാം ഈ മരിച്ചുപോയ ശുദ്ധീകരാത്മാവ് വഴി ലഭിക്കുന്നതാണെന്ന് കൃത്യമായ അടയാളങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതും ഞാൻ നിങ്ങൾക്ക് ഓടിയിട്ട് തരുന്നു. ഇതിപ്പോൾ ഈ ദിവസങ്ങളിൽ എന്നോട് പങ്കുവച്ചതാണ്. ഈ മകൾ ഓരോ കാര്യങ്ങളും അമ്മയ്ക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അവൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നുകിൽ സ്വരം കേൾക്കും, അല്ലെങ്കിൽ അവൾ പറയുന്നതായിട്ട് അമ്മയ്ക്ക് മനസ്സിലാകും. അങ്ങനെ കാണാതെ പോയി ആധാർ കാർഡ് കണ്ടെത്താൻ ഇന്ന സ്ഥലത്ത് പോയി നോക്ക് എന്ന് പറഞ്ഞ് അമ്മ വിഷമിച്ചിരിക്കുകയാണ്. ബോധത്തിലല്ല. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, ഞാനിവിടെ ഈശോയുടെ അടുത്താണ്, ഈശോയുടെ അടുത്തേക്ക് പോകാൻ അവൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടുപോയാൽ പിന്നെ ആരും ഇവിടുത്തെ കാര്യങ്ങൾ ഒരു ദുഃഖവുമില്ല ആർക്കും ഈ ലോകത്ത് നിന്ന് വിട്ടുപോയതുകൊണ്ട്. അവർ ഈശോയുടെ അടുത്ത് എത്താനുള്ള പരിശ്രമത്തിലാണ്. പ്രിയ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആത്മാക്കളെ നമ്മൾ സഹായിക്കുമ്പോൾ അവർ നമ്മളെ സഹായിക്കും എന്ന ആ ഒരു അനുഭവം സത്യമാണെന്ന് ഇന്ന് ലോകത്തുനിന്ന് വരുന്ന മെസ്സേജുകൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ പലരും ഇതിനെ തള്ളിപ്പറയും. പിന്നെ അവിടെ പോയവർ ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ നടത്തല്ലേ? കാര്യങ്ങൾ നടത്തും, ഉറപ്പായിട്ടും നടത്തും. ഇവിടെ ജോലിക്കാരില്ലാണ്ടാകുമ്പോൾ ഒരു ജിലേബി തിന്നാൻ കൊതിച്ചിരിക്കുമ്പോൾ മരിച്ചുപോയ ഭർത്താവ് ഒരു വ്യക്തിക്ക് പ്രേരണ നൽകുകയാണ്. അത് ഈശോയാണ് പ്രേരണ നൽകുന്നത്. ഈശോയുടെ അടുത്ത് നിന്ന് ഇദ്ദേഹം യാചിച്ച് ചോദിക്കുന്നതായിരിക്കാം. അങ്ങനെ പ്രേരണ നൽകി ഒരു വീട്ടിലേക്ക് ആ ജിലേബിയുമായി വരികയാണ്. അപ്പോൾ ഭർത്താവിനോടാണ് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിക്കുകയല്ല, കണ്ടോ എനിക്ക് ജിലേബി തിന്നാൻ എന്തൊരു ഇഷ്ടമാണെന്നത്. പക്ഷെ പൈസയില്ല. ഭർത്താവ് ശുദ്ധീകരാത്മാവ് വേണ്ടത് ചെയ്യുന്നു. അത് ഞാൻ തന്നെയാണ് ചെയ്തത് എന്നറിയാൻ അവിടെ ഒരു പ്രത്യേക സ്മെല്ല് കൊടുക്കും ഈ ഭാര്യയ്ക്ക്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഒരു പ്രത്യേക സ്മെല്ല് കൊടുക്കും. ശുദ്ധീകരണത്തിൻ്റെ മണമാണിതെന്ന് പറഞ്ഞിട്ട്. അപ്പം ചിലർ ചോദിക്കും, ശുദ്ധീകരണത്തിൽ അങ്ങനെ പ്രത്യേക മണം ഉണ്ടോ എന്ന്. അങ്ങനെ മണം ഉണ്ടാകുന്ന എന്നല്ല പറയുന്നത്. അവിടെ ഉണ്ടാകും, ദുഷിപ്പിക്കുന്ന മണമൊക്കെ ഉണ്ടാകും പാപം ചെയ്തതിൻ്റെ. ഓരോ വ്യക്തികൾക്കും ഓരോ പ്രത്യേക തരത്തിലുള്ള അടയാളങ്ങൾ കൊടുക്കും. അങ്ങനെ അവർക്കത് മനസ്സിലാക്കി കൊടുക്കും. പ്രിയ സഹോദരങ്ങളെ, വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. വിശ്വസിച്ചവർക്ക് ശുദ്ധീകരാത്മാക്കളുമായിട്ടൊരു നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കാം. എപ്പോഴും ഓർക്കാം, ഈ ലോക ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. തിരുവചനം പറഞ്ഞതുപോലെ അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു തീർക്കാതെ നിന്നെ അവിടെ നിന്ന് മോചിപ്പിക്കില്ല. സൂത്രത്തിൽ കൂടെ മോക്ഷത്തിൽ പോകാമെന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ട. ഇവിടെ
എല്ലാവരുടെ കണ്ണ് വെട്ടിച്ചും ചെയ്ത ചതികളും വഞ്ചനകളും കുറ്റം പറച്ചിലുകളും ജീവിതം തകർക്കുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളതും എല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതിനൊക്കെ പരിഹാരം ചെയ്തിട്ടുണ്ടോ എന്ന്. ഒരാളുടെ ജീവിതം തകർത്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പരിഹാരം ചെയ്താൽ എന്താണ് കാര്യം? ഒരാളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടും വർഷങ്ങളോളം താഴ്ത്തിക്കെട്ടി അടിച്ചിരുത്തി സംസാരിച്ചിട്ട് പിന്നീട് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അവർ ദൈവികതയിലും പ്രാർത്ഥനാ ജീവിതത്തിലേക്കും വരുമ്പോൾ പിന്നീട് വളരെ സോഫ്റ്റായിട്ട് ഈ ആളോട് സംസാരിച്ചത് കൊണ്ട് അത് ആദ്യം ചെയ്തതിൻ്റെ പരിഹാരമാവില്ല. ആദ്യം ചെയ്തതിൻ്റെ പരിഹാരമാകണമെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ താഴ്ത്തിക്കെട്ടിയതും അടിച്ചിരുത്തിയതും വാക്കുകൊണ്ടും മറ്റും വേദനിപ്പിച്ചിട്ടുള്ളതുമായ ആ ആളുകളോട് ചെന്ന് എളിമയോടുകൂടെ നമ്മൾ പറയണം, നിന്നെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ അന്നത്തെ അഹങ്കാരം മൂലമാണ് ഞങ്ങൾ പറഞ്ഞത്, ഇപ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ ബോധ്യങ്ങൾ മനസ്സിലായി, നീ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് വളരെ എളിമയോടുകൂടെ പറയണം. അല്ലാതെ ആ വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട് അന്ന് പണ്ടൊക്കെ അങ്ങനെ പറയാനായിട്ട് ഇടവന്നത് അതൊക്കെ കാരണങ്ങളുണ്ട്, നിന്നിൽ തന്നെയാണ് കാരണങ്ങൾ, അത് നീ അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, അതൊക്കെ മറക്കുക. ഇതല്ല ക്ഷമയുടെ ആദ്യത്തട്ട്. ക്ഷമ ചോദിക്കാനാണ് വരുന്നതെങ്കിൽ എളിമ വേണം. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ക്ഷമ ചോദിക്കാൻ പോയാൽ മതി. ആദ്യം ചെയ്തിട്ടുള്ള തരം താഴ്ത്തലുകൾക്കും ചതികൾക്കും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് പറ്റിച്ചു പോയിട്ട് അടച്ചു വീട്ടാം എന്ന് പറഞ്ഞ കാര്യങ്ങൾ അടച്ചു വീട്ടാതെ പോയിട്ട് പിന്നീട് നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും മനസ്സുകൊണ്ട് പറഞ്ഞത് കൊണ്ടായില്ല. കടം വീട്ടാം എന്ന് പറഞ്ഞിട്ടുള്ള തുകകൾ കടം വീട്ടുക തന്നെ വേണം. ഇല്ലെങ്കിൽ സക്കേബൂസ് പറഞ്ഞ പോലെ 4 ഇരട്ടിയായിട്ട് പലിശ സഹിതം അത് തിരിച്ചു കൊടുത്തിട്ട് ഒപ്പം മാപ്പ് പറയണം, ആത്മാർത്ഥമായ മാപ്പ്. ഞാൻ ചതിക്കാൻ വേണ്ടി തന്നെ അങ്ങനെ ചെയ്തത്, എനിക്ക് ദേഷ്യം വന്നപ്പോൾ നീ എന്നോട് ക്ഷമിക്കണം. അല്ലെങ്കിൽ ഇതിനൊക്കെ നമ്മൾ എണ്ണി പരലോകത്ത് കണക്ക് കൊടുക്കണം. മരിയസിമ്മയുടെ ജീവിതത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ശുദ്ധീകരാത്മാവ് വന്നിട്ട്, മരിയസിമ്മയുടെ അല്ല, മറിയം ത്രേസ്യാമ്മയുടെ ജീവിതത്തിൽ ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മക്കളോട് ആ ആൾക്ക് കൊടുക്കാനുള്ള കടം വീട്ടാൻ പറയേ, ഞാനിവിടെ ദഹിക്കുകയാണ് കിടന്നിട്ട്, അത് ഞാൻ കൊടുത്തു തീർക്കേണ്ട കടമായിരുന്നു. ഇങ്ങനെയാണ് സഹോദരങ്ങളെ തമ്പുരാൻ അവസാനത്തെ ചില്ലിക്കാശിനും അവസാനത്തെ പാപത്തിനും പരിഹാരം നമ്മളിൽ നിന്നും വാങ്ങും. ഇപ്പോൾ നമ്മൾ ചിന്തിക്കും, പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവല്ല, ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുക. അത് അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. പ്രിയ കൂട്ടുകാരെ, 1 കൊറിന്തോസ് 15:29 വായിക്കാം. അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി എന്തിന് ജ്ഞാനസ്നാനം സ്വീകരിക്കണം? മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ പൗലോസ്ലീഹ പറയുന്നത്. മരിച്ചവർ ഉത്ഥാനം ചെയ്യാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന ജനങ്ങൾ മരിച്ചവർക്കായിട്ട് സ്നാനം സ്വീകരിക്കണമെന്ന്. ഈ സ്നാനം എന്ന് പറയുന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പാപപരിഹാരത്തിനാണ് പറയണത്. ഇവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല, കാരണം അവർ പാപത്തിലാണ്, അവർ നരകത്തിലല്ല. കാരണം അവർക്ക് അത്രയ്ക്കും പാപമില്ല. മാത്രമല്ല, ഇപ്പോൾ പാപത്തിന് പരിഹാരം ചെയ്യാൻ പറ്റും അവർക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവരവിടെ സ്ഥിരീകരണത്തിൽ എടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം, അതായത് സ്നാനമേൽക്കണം എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പറയുന്നത്, ആദിമസഭയിൽ മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നെന്ന്. ലൂക്ക 12:50 കർത്താവ് പറയുന്നുണ്ട്, എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്, അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്നാനം എന്ന വാക്കിന് ഞെരുക്കം, പരിഹാരം എന്നൊക്കെയാണ് അർത്ഥാക്കുന്നത്. അതുപോലെ തന്നെ മത്തായി 10:38 കർത്താവ് ചോദിക്കുന്നുണ്ട് സെബദി പുത്രന്മാരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും. ഇതിൽ സ്നാനം അർത്ഥമാക്കുന്നത് വേദനയും കഷ്ടതയും തന്നെയാണ്.
വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പറയുകയാണ്, വേദഗ്രന്ഥം പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്: മരിച്ചവർ ഉയർക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ നമ്മെ തന്നെ പരിത്യജിക്കുന്നതിൻ്റെയും വേദനിപ്പിക്കുന്നതിൻ്റെയും പ്രയോജനം എന്താണ്? മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? അപ്പോൾ മരിച്ചവർ ഉയർക്കപ്പെടണമെങ്കിൽ, അതായത് അവർ ഉയർത്ത് സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മളിവിടെ സ്നാനം സ്വീകരിക്കണം. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. പലരും പല രീതിയിൽ പറയും മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട എന്ന്. 1 കൊരിന്ത്യർ 15, 30, 31, 32 വായിച്ചാൽ മതി. അവർ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസികളൊക്കെ ഇതിനെ എതിർക്കുന്നവരാണ്. അവർ പറയുന്ന മരിച്ചവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയും വേണ്ട എന്ന് പറയുന്നതാണ്. പക്ഷേ നമുക്ക് ഓർക്കാം, നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പലതരത്തിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരും പറയരുത് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ലല്ലോ എന്ന്. അത് വചനം മര്യാദയ്ക്ക് വായിക്കാൻ അറിവില്ലാത്തവരാണ് ഇങ്ങനെ പറയുക. ഇൻഡയറക്റ്റായിട്ടാണ് നമ്മുടെ കർത്താവ് പലപ്പോഴും കാര്യങ്ങൾ പറയുക. കറക്റ്റായിട്ട് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ഈശോ ഉപമകളിലൂടെയും മറ്റു പല വചനങ്ങളിലൂടെയും നമുക്ക് അറിവ് തരുന്നുണ്ട്. ആ അറിവിനെ ഇതല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാതിരിക്കാൻ മാത്രം എളിമ നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി സ്നാനം ഏൽക്കാം, പരിഹാരം ചെയ്യാം. എന്നിട്ട് അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം. അതിനാദ്യം നമ്മൾ ദൈവേഷ്ട പ്രസാദത്തിലാകണം. നമുക്കുണ്ടാകുന്ന കൊച്ചു കൊച്ചു വിഷമങ്ങൾ, വേദനകളെല്ലാം മറക്കാനുള്ള കൃപ തരണേ ദൈവമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. ആരുടെയെങ്കിലും സമാധാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എളിമയോടെ ചെന്ന് പറയണം, എനിക്ക് ദേഷ്യം വന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാ, അല്ലെങ്കിൽ എനിക്കും അഹങ്കാരം വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ജീവിതത്തിൻ്റെ പണ്ടത്തെ വർഷങ്ങളിലൊക്കെ ജീവിതങ്ങളെ നമ്മൾ അടിച്ചിരുത്തി പരിഹസിച്ച് അവരെ വാക്കുകൊണ്ട് വേദനിപ്പിച്ച് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ വലിയ പ്രാർത്ഥനാ ജീവിതത്തിലാണ് എന്ന് പറഞ്ഞ് കൈകൂപ്പി ഈശോയെ വിളിക്കുക, മാതാവിനെ വിളിക്കുക ഒക്കെ ചെയ്യുമ്പോൾ മാതാവും കർത്താവും കേൾക്കും. പക്ഷേ പണ്ട് വേദനിപ്പിച്ചിട്ടുള്ളതിൻ്റെ പരിഹാരം നമുക്ക് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് അനുഭവിക്കേണ്ടതായിട്ട് വരും ഉറപ്പായിട്ടും. ചിലപ്പോൾ ഇന്ന് ഈ ലോകത്ത് കിട്ടില്ല. ഈ ലോകത്ത് ചിലപ്പോൾ നല്ല ജീവിതവും കിട്ടുക, എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുന്നു, വീട് കൊടുക്കുന്നു, കാറ് കൊടുക്കുന്നു, നല്ല സെറ്റപ്പുകൾ കൊടുക്കുന്നു. അപ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ഞങ്ങൾ നല്ലവരായതുകൊണ്ടാണ് ഞങ്ങൾക്കിത് കിട്ടിയത് എന്ന്. കർത്താവിൻ്റെ കരുണ കൊണ്ട് നിങ്ങൾക്കിത് തന്നു എങ്കിലും പരലോകത്ത് ഇതിൻ്റെ കണക്ക് കൊടുക്കാനാണ് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയെങ്കിൽ അത് പരലോകത്ത് കൊടുക്കേണ്ടി വരും. ഈ ലോകത്താണ് ഈ പരിഹാരമൊക്കെ തീർക്കണമെന്ന് കർത്താവ് പദ്ധതിയിടുന്നവർക്ക് ഈ ലോകത്ത് രോഗങ്ങളും ക്ലേശങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സ്നേഹത്തിൻ്റെ കുറവും എല്ലാം കിട്ടും. അതുകൊണ്ട് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താതിരിക്കാം. നമ്മളിപ്പോൾ നല്ല സ്ഥിതിയിലാണെങ്കിൽ അഹങ്കരിക്കാതിരിക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നവരാണെങ്കിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ വീണവരാണെങ്കിൽ എളിമയോടുകൂടി മാപ്പ് പറഞ്ഞ് എഴുന്നേൽക്കാം. അപ്പോൾ രോഗം വരുന്നവരെയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെയും അങ്ങനെയൊക്കെ കാണുമ്പോൾ വിധിക്കരുത്, അത് ഇങ്ങനെ അവൻ ചെയ്തത് കൊണ്ടാ, ഇങ്ങനെ അവൾ ചെയ്തു കൊണ്ടാ എന്ന്. അങ്ങനെ ഒരു സഹനമെടുക്കുന്ന ആളുണ്ടെങ്കിൽ അവരെ ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അവർ ചെയ്ത പാപത്തിനോ അല്ലെങ്കിൽ ലോകം ചെയ്ത പാപത്തിനോ പരിഹാരമായിട്ട് അവരിൽ നിന്ന് ഈ ലോകത്ത് വെച്ച് തന്നെ വഴിക്ക് വെച്ച് തന്നെ രമ്യതപ്പെടാൻ കർത്താവ് അവർക്ക് അവസരം കൊടുത്തു. അതുകൊണ്ട് അവർ എളിമയിലേക്ക് വരും, പാപപരിഹാരം നടക്കും. എന്നാൽ ഒരിക്കലും ഇതുപോലെ വീഴ്ചകൾ വരാത്തവർക്ക് വളരെ കഷ്ടം. അതായത് അവരിതെല്ലാം അഹങ്കാരത്തോടു കൂടി ഇവിടെ ജീവിച്ച് പരലോകത്ത് ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കുക. കഷ്ടത, ഘോരത, ആ സഹനം നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് മരിച്ചു പോയവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അഹങ്കാരത്തിൽ നിന്ന് നമുക്ക് ഓടി അകലാം. ആരെയും വാക്കുകൊണ്ട് മുറിപ്പെടുത്താതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ ആരെങ്കിലും വഴിയായിട്ട് നമുക്ക് മാപ്പ് പറയാം. ഇനി ചില കാര്യങ്ങളുണ്ട്, നമ്മൾ പറഞ്ഞ വാക്കുകൾ തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് വെറുപ്പ് വച്ചിരിക്കുന്നവരുണ്ട്. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് തമ്പുരാന് വിട്ടുകൊടുക്കാം. മനസ്സാ വാച കർമ്മണ നമ്മൾ പറയാത്ത കാര്യങ്ങൾ. എൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്.
ഒരിക്കൽ പഠിപ്പിച്ച കുട്ടി നല്ലൊരു കുട്ടിയാണ്. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നൊരു കുട്ടിയാണ്. ഫസ്റ്റായിരുന്നു. പണ്ട് ഞാൻ കാറ്റഗീസം പഠിപ്പിക്കാൻ 21 വർഷം കാറ്റഗീസം പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ആ കുട്ടിയാണ് ഫസ്റ്റ്. ഈ ഫസ്റ്റ് കിട്ടുന്ന കുട്ടിയെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഒരിക്കൽ പരീക്ഷ എഴുതാനായിട്ട് ബെഞ്ചുകളിന്മേൽ 3, 4, 5 പിള്ളേരുണ്ടാവുമല്ലോ ഒരു ബെഞ്ചുമേൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ നല്ല കുട്ടിയുടെ അടുത്തേക്ക് ആളുകൾ വന്നിരിക്കുകയാണ്, കുട്ടികൾ. കാരണം കോപ്പി അടിക്കാൻ. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോളെ കോപ്പി അടിക്കരുത് കേട്ടോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത് കോപ്പി അടിക്കാൻ അനുവദിക്കരുതെന്ന്. അപ്പോൾ മറ്റുള്ള കുട്ടികളെയൊക്കെ ഞാൻ മാറ്റി അവളുടെ നിന്ന് കോപ്പി അടിക്കുന്നത് മൂടി വയ്ക്കുകയെന്ന് പറഞ്ഞു. പക്ഷേ ഈ കുട്ടി തെറ്റിദ്ധരിച്ചത് ഈ കുട്ടിയോട് കോപ്പി അടിക്കും, ഈ കുട്ടി കോപ്പി അടിക്കും എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞതെന്നാണ് തെറ്റിദ്ധരിച്ചത്. അതിനെ സംബന്ധിച്ച് പിന്നീട് ആ കുട്ടി വീട്ടിലും ചെന്ന് പറഞ്ഞത് അതായിരിക്കും. അങ്ങനെ ആ ഒരു കുടുംബം മുഴുവൻ വെറുപ്പിലായി എന്നുള്ളതാണ്. എന്തായാലും എനിക്കത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവർ എന്നോട് ഭയങ്കര വെറുപ്പാണ്. പിന്നെ ഞാൻ ഈശോയോട് ചോദിച്ചു, മനസ്സാ വാച കർമ്മണ, ശരിക്കും ഏറ്റവും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നൊരു കുട്ടിയാണ്. അപ്പോൾ സാത്താൻ അവിടെ പ്രവർത്തിച്ചു. അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടാകും. ഞാനപ്പോൾ അവർക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കാരണം ഞാനതിപ്പോൾ തിരുത്താൻ ചെന്നാലും അവരത് വിശ്വസിക്കില്ല. കാരണം അത്രമാത്രം വെറുപ്പിലും വൈരാഗ്യത്തിലും അവരെ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ചിലരെക്കുറിച്ച് ചിലർ കറക്റ്റ് അപവാദം പറയും. എന്നിട്ട് അത് തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാകുമ്പോൾ പറയും, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, നിങ്ങൾ നന്നാവാൻ വേണ്ടി പറഞ്ഞതാണ്. ആര് നന്നാവാൻ വേണ്ടിയും നമ്മൾ മറ്റൊരാളെക്കുറിച്ച് അപവാദം പറയേണ്ട കാര്യമില്ല. അപവാദം പറഞ്ഞിട്ടല്ല നമ്മൾ ഒരാളെ നന്നാക്കേണ്ടത്. അതായത് ഒരാൾ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ആ ആളെക്കുറിച്ച് അപവാദം പറയുകയാണ്. അങ്ങനെ അപവാദം പറഞ്ഞതുകൊണ്ട് കുറേയധികം ആളുകൾ ആ മക്കളിൽ നിന്ന് അകന്നു പോവാണ്. ആ വേദന, അതിന് നമ്മൾ പരിഹാരം കൊടുക്കണം. ഒരാളെ നന്നാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വചനം പറയുന്നത് പോലെ നമ്മളും അവനും അവളും മാത്രമുള്ളപ്പോൾ വിളിച്ചു വരുത്തിയിട്ട് പറയണം, നീ ആ ചെയ്തത് ശരിയല്ല, നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്, നിനക്ക് കേൾക്കണമെങ്കിൽ കേട്ടോ, ഞാനിത് ഒറ്റയ്ക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. നേരിട്ട് ചെന്നാണ് പറയേണ്ടത്. അല്ലാതെ ഒരാളൊരു തെറ്റ് ചെയ്തു എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരോട് അത് ചെന്ന് പറഞ്ഞാൽ വലിയ ശിക്ഷ കർത്താവിൽ നിന്ന് കിട്ടും. നമുക്കൊരാൾ തെറ്റ് ചെയ്യുമ്പോൾ, ഒരാൾ വ്യഭിചാരം ചെയ്യുകയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഈശോ അങ്ങനെ പറഞ്ഞേക്കണേ, നേരിട്ട് വിളിച്ചിട്ട് സൗമ്യമായി പറയും, ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, നീ ഭർത്താവിനെ വഞ്ചിക്കരുത്. അതാണ് വേണ്ടത്. എല്ലാ തിരിച്ചറിവുകളും ദൈവം നമുക്ക് തരട്ടെ. വലിയ എളിമ നമുക്ക് നൽകട്ടെ. കാരണം നമ്മൾ ദൈവേഷ്ട പ്രസാദത്തിലല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾക്കൊന്നും ഫലം ഉണ്ടാവില്ല. ഭൗതികമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. ഒരു പക്ഷേ ചിലപ്പോൾ ചെകുത്താനിൽ നിന്നായിരിക്കും ഈ അനുഗ്രഹങ്ങൾ കിട്ടുക. നമ്മൾ ദൈവേഷ്ട പ്രസാദത്തിലായിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ആരെയും നമ്മൾ തകർത്തിട്ടുണ്ടാവാൻ പാടില്ല. ഈശോ പറഞ്ഞ വാക്കുകൾ നോക്കാം. ഈ ചെറിയവരിൽ ഒരുവനെ എൻ്റെ ശിഷ്യനെ എന്ന നിലയിൽ നീ ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. നമ്മൾ ഒരാളെക്കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈശോയ്ക്കാണ് നമ്മൾ അപവാദം കൊടുത്തത്. ഒരാളെ മാനസികമായി വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈശോയെയാണ് വേദനിപ്പിച്ചത്. നമ്മളൊരാളുടെ സമ്പത്ത് തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈശോയെയാണ് ചതിച്ചത്. നമുക്ക് ഓർക്കാം, മാപ്പ് ചോദിക്കാം, കുമ്പസാരക്കൂട്ടിൽ അണയാം. ദൈവമേ, തെറ്റിപ്പോയി. ജീവിച്ചിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് പറയുക തന്നെ വേണം, അന്ന് എനിക്ക് ഇതുപോലെ പിശാചിൻ്റെ പിടിയിലായിരുന്നു ഞാൻ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയി, നീ വിഷമിക്കരുത് കേട്ടോ, മാപ്പാക്കണം. എന്നാൽ മാത്രമേ ആ മുറിവ് ഉണങ്ങുകയുള്ളൂ. ദൈവം നമ്മെ ഇതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഹൃദയം ശുദ്ധമാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനകൾക്കും ശുദ്ധീകരാത്മാക്കൾക്ക് ഫലം കിട്ടട്ടെ. ദൈവം അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ധാരാളം ആത്മാക്കൾ രക്ഷപ്പെട്ടു പോകാൻ നമ്മളെ ഉപകരണമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.